പ്രൈസ് ഗാഡ്. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉത്തമഗീതത്തിൽ നിന്ന് ദൈവ സഭയാകുന്ന ആ കന്യക തന്നെക്കുറിച്ച് തന്നെ താൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നാം ചിന്തിച്ചു വന്നത്. അതോടൊപ്പം തന്നെ അവളെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ മണവാട്ടിയെക്കുറിച്ച് മണവാളൻ പറയുന്ന ഒരു ചില കാര്യങ്ങളും കൂടെ നാം അതിനോടൊപ്പം ചിന്തിച്ച് വരികയായിരുന്നു. ദ ഐ ആം സേയിങ്സ് ഓഫ് ദ ചേർച്ച്, അതാണ് നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ടൈറ്റിൽ. ദ ഐ ആം സേയിങ്സ് ഓഫ് ദ ചേർച്ച് ഫ്രം ദ ബുക്ക് ഓഫ് സോങ് ഓഫ് സോളമൻ. ഓക്കെ, അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ദൈവസഭയെക്കുറിച്ച് the bridegroom is saying about the bride. ആദ്യത്തെ കാര്യം എന്താണ് പറഞ്ഞത്? You are beautiful, your eyes are like dove's eyes. നീ മനോഹരിയാണ്, നിന്റെ കണ്ണുകൾ പ്രാവിൻ കണ്ണു പോലെ ഇരിക്കുന്നു. We thought the specialities or the peculiarities of the dove's eyes. I'm not going back into it. സോ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ബ്രൈഡിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഓ മൈ ഡവ്, എൻ്റെ പ്രാവ്, കടുംതൂക്കത്തിൻ്റെ മറവിലും ഹല്ലേലൂയ സ്തോത്രം പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവ്, ഹല്ലേലൂയ സ്തോത്രം, എൻ്റേത്, യു ബിലോങ് ടു മീ, യു ആർ മൈൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്രൈഡ് ഗ്രൂമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനി the first I am saying in this book is from the first chapter. എന്തായിരുന്നു? I am trapped in the world, take me with you or draw me after. ഞാൻ ഈ ലോകത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇവിടെ ട്രാപ്ഡാണ് ഞാൻ, നിന്റെ പിന്നാലെ എന്നെ വലിക്ക എന്നുള്ള ഒരു കാര്യമാണ് നാം ആദ്യമായിട്ട് നാം ചിന്തിച്ചത്. നിന്റെ പിന്നാലെ എന്നെ വലിക്ക എന്ന് പറയുമ്പോൾ she recognizes that she is trapped in the world. അവൾക്ക് അത് ലോകത്തിൻ്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം അവളുടെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ ഷീ ഈസ് എക്സ്പ്രസിങ് ഹർ ഡിസയർ നോട്ട് ടു സ്റ്റേ ബാക്ക് ഇൻ ദ വേൾഡ് ബട്ട് ടു ഗോ ആഫ്റ്റർ ഹർ bridegroom. Draw me after thee. നിന്റെ പിന്നാലെ എന്നെ വലിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് അവൾ വെളിപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് അവൾ പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. ഐ ആം ഡാർക്ക് ബട്ട് ബ്യൂട്ടിഫുൾ. എനിക്ക് ഇരുൾ നിറം പറ്റിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും എനിക്കൊരു മനോഹാരിതയുണ്ട്. ഹല്ലേലൂയ, ഞാൻ സുന്ദരിയാണ്, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ തുറിച്ച് നോക്കണ്ട. ഹല്ലേലൂയ, എങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു സൗന്ദര്യമാണ്. ഷീ അക്സെപ്റ്റ്സ് ദാറ്റ് ഔട്ട്വേർഡ്ലി ഷീ ഈസ് ഡാർക്ക്. പുറമേ അവൾക്കൊരു ഇരുൾ നിറം, ഒരു വാട്ടം ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവൾ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഷീ ഈസ് എക്സ്പ്രസിങ് ഹർ കോൺഫിഡൻസ് ദാറ്റ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഇൻസൈഡ്. അവളുടെ അകത്ത് ഒരു സൗന്ദര്യമുണ്ട് എന്നുള്ള കാര്യം അവൾ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അങ്ങനെ നാം ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുൾ നിറം പറ്റുവാനായിട്ടുള്ള റീസൺസ് നമ്മൾ പഠിച്ചു. ദ എക്സ്റ്റേണൽ റീസൺസ് ആർ ദെയർ, familiar reasons are there, reasons from the job places or from the societies are there. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചു. എന്താണ് ഇതിനു വേണ്ടി നാം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലായത് 2:15 ആണ്, 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഹല്ലേലൂയ, സൗന്ദര്യത്തെ നശിപ്പിക്കാൻ, മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുവാൻ സാധ്യതയുള്ള ചെറു കുറുക്കന്മാരെ പിടിച്ചു കെട്ടണം എന്നുള്ള കാര്യം നാം ചിന്തിച്ചു. അത് ചിന്തിച്ചു വരവെയാണ് നാം അന്നത്തെ സമയം അവസാനിച്ചതോടുകൂടി ശുശ്രൂഷ അവസാനിപ്പിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. എന്താണ്? എഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 13:19. അതിനകത്തുനിന്ന് നമ്മളൊരു കാര്യം ചിന്തിച്ചു. എന്താണ്? മരിക്കരുതാത്ത ദേഹികളെ കൊല്ലരുത്, ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ മരിക്കരുതാത്ത ദേഹികൾ, അതായത് there are some things
which should not die in our lives, and there are some things which should not be alive in our lives. Hallelujah. അപ്പം ചില കാര്യങ്ങൾ ജീവിച്ചിരിക്കരുത്, ചില കാര്യങ്ങൾ മരിക്കരുത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓടിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആദ്യം തന്നെ മരിക്കരുതാത്ത ഒരു കാര്യം എന്താണെന്നറിയാമോ? ലവ്. Matthew chapter 24 verse 12. Love is becoming cold. Hallelujah. സ്നേഹം തണുത്തു പോകുന്ന ഒരു കാലഘട്ടത്തിൽ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 15 കുറിച്ച് നമ്മൾ ചിന്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഹല്ലേലൂയ. കണ്ണ്, കാത്, our ears, our eyes and our understanding should not die. അത് മരിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം നാം ചിന്തിക്കുകയുണ്ടായി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, മരിക്കേണ്ടുന്ന ചില റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചു എന്ന് കരുതുകയാണ്. 2 Corinthians chapter 4 verse 8 to 12. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൊലോഷ്യൻസ് ചാപ്റ്റർ 2:20. നമ്മുടെ ആദ്യ പാഠങ്ങളിൽ നാം മരിക്കണം, സമ്പ്രദായങ്ങളിൽ നാം മരിക്കണം. ഹല്ലേലൂയ. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 verse 5. നമ്മുടെ ഭൂമിയിലുള്ള അവയവങ്ങൾ മരിക്കണം. ഹല്ലേലൂയ. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 verse 5. ഭൂമിയിലുള്ള അവയവങ്ങൾ മരിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് നാം ചിന്തിച്ചത്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഇതിന് തത്തുല്യമായിട്ട് ഒരു വാക്യം കാണുവാനായിട്ട് കഴിയും. ഇയ്യോബ് തന്നെ കുറിച്ച് പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം. ഇയ്യോബ് 19:26 ഞാൻ പറയുന്നത്. ജോബ് ചാപ്റ്റർ 19 verse 26. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണാൽ ദൈവത്തിന്റെ മുഖം കാണും. ഹല്ലേലൂയ. അതായത് ഹിസ് ഔട്ട്വേർഡ് മാൻ ഈസ് ഡൈയിങ്. അവന്റെ പുറമേ ഉള്ള മനുഷ്യൻ നശിക്കുകയാണ്. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുറമേയുള്ളവൻ നശിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അകമേയുള്ളവൻ ശക്തിപ്പെടുകയാണ്. ഹല്ലേലൂയ. പുറമേയുള്ളവൻ ഹല്ലേലൂയ ആ നശിക്കുന്നതിനോടൊപ്പം അകമേയുള്ളവൻ നാൾക്ക് നാൾ ശക്തിപ്പെടുകയാണ്. അപ്പോസ്തലൻ പറയുന്നതായി ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുകയാണ്. ഹല്ലേലൂയ. in my flesh I'm dying daily, but in my spirit I'm growing from life and to life in abundance. I'm growing from glory to glory. Hallelujah. ഞാൻ ഹല്ലേലൂയ ജീവനിൽ നിന്ന് സമൃദ്ധിയായ ജീവനിലേക്ക്, ഞാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എൻ്റെ അകത്തെ മനുഷ്യൻ വളരുമ്പോൾ എൻ്റെ പുറത്തുള്ള മനുഷ്യൻ ഹല്ലേലൂയ ദിവസേന മരിക്കുകയാണ്. അവിടെ ഈ തനിക്ക് സൗന്ദര്യമുണ്ട് എന്ന് താൻ പറയുമ്പോൾ ആ സൗന്ദര്യത്തെ കുറിച്ച് താൻ പറയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 2 കമ്പാരിസൺസ് ഉണ്ട് കേട്ടോ. 2 കമ്പാരിസൺ അവിടെ നമുക്ക് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? Songs chapter 1 verse 5 and 6. 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശ്ശീലകളെ പോലെയും അഴകുള്ളവളാകുന്നു. ഹല്ലേലൂയ. ഷീ ഈസ് കമ്പയറിംഗ് ഹെർ ബ്യൂട്ടി വിത്ത് 2 things. ഹല്ലേലൂയ. കാരണം ആ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന 2 കാര്യങ്ങളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന 2 കാര്യങ്ങളാണ് അവൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. കേദാര്യ കൂടാരങ്ങളും ശലോമോന്റെ തിരശ്ശീലയും. ഹല്ലേലൂയ. The tents of Kedar. കേദാർ എന്ന് പറയുന്ന വ്യക്തി, he is the second son of Ishmael. ഇസ്മായേലിന്റെ 2ാമത്തെ സന്തതിയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 13-ാം വാക്യത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ. They are dark skinned. അപ്പോൾ കേദാർ എന്ന് കേൾക്കുമ്പോൾ ഈ ഡാർക്ക് സ്കിൻഡ് ആണ് അവർ. അപ്പോൾ അങ്ങനത്തെ അതുമായിട്ടാണ് അവൾ കമ്പയർ ചെയ്ത് പറയുന്നത്. പക്ഷേ ദ ടെൻസ് ഓഫ് കേദാറിൻ്റെ
കൂടാരങ്ങൾ ആ കാലഘട്ടത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇരുണ്ടതാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള കൂടാരങ്ങളായിട്ട് നമുക്ക് കേദാറിൻ്റെ കൂടാരങ്ങളെ പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു ആ കൂടാരങ്ങൾക്ക്. ദേ വർ ഷെപ്പേർഡ്സ്, ആട്ടിടയന്മാരായിരുന്നു അവർ. അപ്പം അവരുടെ ആടുകളെക്കുറിച്ചുള്ള പരിപാലനവും അവരുടെ കൂടാരങ്ങളുടെ മനോഹാരിതയും ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ ശലോമോന്റെ തിരശീലകളെ കുറിച്ച് പറയുമ്പോൾ you don't need any more explanation. If it is from Solomon, how beautiful it is going to be. ശലോമോൻ താൻ ആലയം പണിയുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ടാണ് ആ ആലയത്തെ താൻ പണിതുണ്ടാക്കിയത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എത്ര മനോഹരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിവരിക്കേണ്ടുന്ന ആവശ്യമേ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ടെൻസ് ഓഫ് കേദാർ, അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് ഇസ്രായേൽ മക്കളുടെ കൂടാരത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ മക്കളുടെ കൂടാരത്തെക്കുറിച്ച് ദൈവം അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. Let us go turn our Bibles to the book of Numbers. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാം. സംഖ്യാപുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ 24 verse 5 and 6 ഈ രണ്ട് വാക്യങ്ങൾ ഇസ്രായേലിന്റെ കൂടാരത്തിനെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. എന്താണ്? യാക്കോബേ, the tents of Jacob. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം, അവ താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഐ ആം റീഡിംഗ് ദിസ് വേഴ്സ് with a purpose, because this is somewhere related to the portion which I am going to share today, because I'll be sharing something related to the valley. So keep this verse in your mind. താഴ്വരയെക്കുറിച്ച് ഒരു ചില കാര്യങ്ങൾ ഇന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കും, ഓർമ്മയിലിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം, താഴ്വര പോലെ അത് പരന്നിരിക്കുന്നു. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ടെന്റ് ബ്യൂട്ടിഫുൾ ആകണമെങ്കിൽ, ടെന്റ് എന്ന് പറയുന്നത് ഇവിടെ പറയുമ്പോൾ അവരുടെ നിവാസം, their dwelling, അവരുടെ നിവാസം. If God has to look at our dwelling and say that, oh, this is beautiful എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ വാക്യവുമായി ബന്ധം, there are a lot of reasons, but related to this verse there are 3 qualifications have to be met. 3 കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലാണ് അതിനെ മനോഹരമെന്ന് പുസ്തകത്തിന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് മനോഹരമായിട്ടുള്ള വീടുകൾ വയ്ക്കുവാൻ കഴിയും, അതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ കഴിയും, ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഒരു വീടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, വി ഓൾ ആർ ലിവിങ് ഇൻ ടെൻസ്. നമ്മളെല്ലാവരും ഇവിടെ ശരിക്കും കൂടാരത്തിൽ താമസിക്കുന്ന. അതുകൊണ്ട് ഈ വീടേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മരിക്കാൻ തുടങ്ങരുത്. ഐ ഹാഡ് എ ടെൻഡൻസി ലൈക്ക് ദാറ്റ്. ഞാൻ എപ്പോഴും എൻ്റെ കാര്യം പറയാം, നിങ്ങളുടെ ആരെയും കാര്യം പറയണ്ട. ഞാൻ ഒരു ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങും, കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഇരിക്കും. യു ക്യാൻ ഇമാജിൻ എ പേഴ്സൺ വർക്കിംഗ്, coming back from work and taking care of small children and going for a ministry. For me it was a hectic job. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം കുക്ക് ചെയ്യണം, പിള്ളേർക്ക് കഴിക്കാനുള്ളത് എടുക്കണം, കൊടുക്കണം, അവരെ കുളിപ്പിക്കണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഒരുക്കുന്ന നേരം കൊണ്ട് ഒരാളൊരു ഡ്രസ്സ് അങ്ങോട്ടെടുത്തിടും, വേറൊരാൾ ഷൂസ് ഇങ്ങോട്ടെടുത്തിടും, ഒരാൾ കട്ടിലെ ഒരുക്കി അങ്ങോട്ട് നിർത്തുമ്പം ഐ നോ ദറ്റ് യു ഓൾ മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ദിസ്. ഒരാളെ ഒരുക്കി നമ്മൾ നിർത്തുമ്പോഴത്തേക്കിന് ആ ആൾ കട്ടിലോട്ട് കയറി കിടന്ന് ചിലപ്പോൾ മുഴുവൻ
മുടിയും വൃത്തികേടാക്കും, പിന്നെ നമ്മൾ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റും ചുരുട്ടി ആകെ ഒരു പരുവാക്കും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ പ്രാർത്ഥിച്ചങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഓടിപ്പോയി ഈ ഡ്രസ്സൊക്കെ എടുത്ത് അവളോട്ടിടും, ഈ ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് വലിച്ചിടും. കാരണം എനിക്ക് തിരിച്ച് വീട്ടിനകത്തോട്ട് കയറി വരുമ്പോൾ എനിക്ക് ഡിസോർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കിടക്കുന്നത് എനിക്ക് പറ്റത്തില്ല, അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് മൈ ഹസ്ബൻഡ് ഹാഡ്, എന്താ പറയേണ്ടത്, പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരിടത്ത് മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ 5 മിനിറ്റ് മുമ്പ് ചെന്നാൽ പറ്റത്തില്ല, അരമണിക്കൂറിന് മുമ്പേ ചെല്ലണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, എന്തോ അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സം പ്രിൻസിപ്പിൾ ലൈക്ക് ദാറ്റ്, യുനോ. For him, God should not come and wait. We should be waiting for God. That is his thought. Okay? അപ്പം ഒരു 10:30 ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ 10 മണിക്കേ പോയി ആ വീട്ടിൽ പായെ പോയിരുന്ന്, അല്ലെങ്കിൽ ആ ഹോളിൽ പോയിരുന്ന് നമ്മൾ സ്തോത്രം ചെയ്ത് ദൈവത്തെ കാത്തിരിക്കണം, അല്ലാതെ ദൈവം വന്ന് നമ്മളെ കാത്തിരിക്കരുത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത. അപ്പം അതിനോട് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഞാൻ ഈ വിരിക്കാനും തുണി പറക്കിയിടാനും ഇതിനൊക്കെ പോകുന്നത്. സോ ഹി യൂസ് ടു ടെൽ മീ, ഷീജ, വാട്ട് ഈസ് ദിസ്? Why are you so bothered about it? When you come back, you can do it. You can organize these things after coming back. You know, why are you disturbing me doing all such things? So sometimes what I used to do, I'm just plainly telling you what I was and how I was corrected. Okay, maybe some of you need this correction. Maybe that's why I'm sharing it with you. ചിലപ്പോൾ ഞാൻ ഓർക്കും, ഈ പോകുന്ന വഴിക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടോട്ട് ഈ വേസ്റ്റ് അങ്ങ് കളഞ്ഞേക്കാം. സോ മേ ബി ഐ വിൽ ഞാൻ ചിലപ്പോൾ ആ വേസ്റ്റിൻ്റെ ബാഗ് എടുക്കും. മൈ ഗോഡ്, യു ആർ ഗോയിങ് ഫോർ എ മിനിസ്ട്രി. ബി കെയർഫുൾ വാട്ട് യു ആർ ഡൂയിങ്. നീ എന്തോ ചെയ്യുന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും ഇപ്പം ചെയ്യേണ്ട സമയമല്ല. ഇതൊക്കെയാണ് നിൻ്റെ മനസ്സിലിരിക്കുന്നത്. സോ താങ്ക് ഗോഡ്, ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. I'm a very good person. Praise God. ഒത്തിരി വഴക്ക് കേട്ടാണ് അങ്ങനെ ആയത്. പക്ഷെ അപ്പം നമ്മുടെ ഡ്വെല്ലിങ്ങിനെ നോക്കി, നമ്മുടെ നിവാസത്തെ നോക്കി ദൈവം മനോഹരമെന്ന് പറയും. ഇനി ഇവളെ കുറിച്ച് തന്നെ ക്ലെയിം ചെയ്യുകയാണ്, ഐ എം ബ്യൂട്ടിഫുൾ. How confident she is to say that I am beautiful to the bridegroom. Yeah? എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് അവൾ പറയുന്നത്, എനിക്ക് ഇരുൾ ഞാൻ കറുത്തവളെങ്കിലും മനോഹരിയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ 3 കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കേ. നദീതീരത്തെ ഉദ്യാനമാണിത്. ഇറ്റ് ഈസ് എ ഗാർഡൻ ബൈ റിവേഴ്സ് സൈഡ്. നദിയുടെ തീരത്തുള്ള ഒരു ഉദ്യാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, it doesn't need to be watered every day. ആരെങ്കിലും വന്ന് വെള്ളം ഒഴിക്കണ്ട. It doesn't wait for the rain to come to bloom. മഴ പെയ്തിട്ട് ഒന്ന് തളിർത്ത് പൂക്കാമെന്ന് ഇതിനൊരിക്കലും കാത്തിരിക്കേണ്ട കാര്യമില്ല. It has its own root to absorb the water. ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഈ വെള്ളം, ആ വേരുകൾ കൊണ്ട് ഇതിന് വേണ്ടതെല്ലാം വലിച്ചെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ എനി എക്സ്റ്റേണൽ ബ്ലെസ്സിങ്സ്. ഇറ്റ്സ് റൂട്ട് ഗോസ് ഡൗൺ ഡീപ്പ് ടു അബ്സോർബ് what it needs. അതിന് വേണ്ടതെല്ലാം വലിച്ചെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഇത് ഡീപ്പ് റൂട്ടഡ് ആണ്. അതുപോലെ തന്നെയാണ് ജലാന്തികയുള്ള ദേവദാരു എന്ന് പറഞ്ഞിരിക്കുന്നത്. A cedar trees beside the waters. Hallelujah. അപ്പോൾ സിഡർ ട്രീസിന്റെ പ്രത്യേകത എന്താണ്? ദേവദാരുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഗ്രോ വെരി ടോൾ. ഒത്തിരി ഉയരത്തിൽ വളരുന്ന വൃക്ഷമാണ് ദേവദാരു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗാർഡനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും വെള്ളത്തോടടുത്ത് നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നിവാസങ്ങൾ നാം ബ്യൂട്ടിഫുൾ ആണ്, നാം മനോഹരമാണ് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ
അതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണമെന്നറിയാമോ? ഹല്ലേലൂയ, നമുക്ക് ഈ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു നദിയുമായി, ഹല്ലേലൂയ, ആഴമായിട്ടുള്ള ബന്ധമുള്ള ഒരനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈസ് there a river passing by your dwelling? Are we beside a water body? ദൈവത്തിൻ്റെ വെള്ളമാകുന്ന വചനം, പരിശുദ്ധാത്മാവ് ഇതിനോടൊക്കെ ചേർന്നാണോ നിൽക്കുന്നത്? പിന്നെ അതിൻ്റെ നടുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യഹോവയുടെ ചന്ദന വൃക്ഷങ്ങൾ, യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷങ്ങൾ. Are we planted by God? നാം ദൈവത്താൽ നടപ്പെട്ട വൃക്ഷങ്ങളാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനോഹാരിത ഉണ്ടാകും. ഇനി ദേവദരുവിനെ കുറിച്ച് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ദേവദാരു എന്ന് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. ആക്ച്വലി അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ദേവതരു. മൈ സെക്കൻഡ് ലാംഗ്വേജ് വാസ് മലയാളം, സോ ഐ എം ഗുഡ് അറ്റ് ഇറ്റ്. സോ ദേവതരു, ദേവതരു എന്ന് വെച്ചാൽ എന്താണ്? ദേവന്റെ തരു, അതായത് ദൈവത്തിൻ്റെ വൃക്ഷം എന്നാണ്. ദ ട്രീ ഓഫ് ഗാഡ് എന്നാണ് ആക്ച്വലി ആ ദേവദാരുവിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൻ്റെ വൃക്ഷം. ഇതിനെ ദൈവത്തിൻ്റെ വൃക്ഷം അല്ലെങ്കിൽ ദേവദാരു എന്ന് വിളിക്കാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ. ഐ എം ബേസിക്കലി ഫ്രം അൻ ആയുർവേദിക് ഫാമിലി. എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഇവരെല്ലാം ആയുർവേദ വൈദ്യന്മാരായിരുന്നു. അപ്പം അവർ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ. സോ ഐ നോ എ ബിറ്റ് ഓഫ് ഹെർബൽ മെഡിസിൻ. അപ്പം അതിപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ നാച്ചുറൽ റെമഡീസാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ഡോണ്ട് റൺ ആഫ്റ്റർ ആൻറ്റിബയോട്ടിക്സ്, ഐ ഡോണ്ട് റൺ ആഫ്റ്റർ സച്ച് തിങ്സ്. ഓക്കെ, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ ഇൻ മൈ ഹൗസ് ഈസ് പ്രേയിങ് ഔട്ട് ദ വാട്ടർ ആൻഡ് ഗിവിങ് ടു ദം. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതൊക്കെ ഒത്തിരി ടെസ്റ്റിമണീസ് എനിക്ക് പറയാനുണ്ട്. ടിൽ മൈ സൺ വാസ് 18 years. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി പിന്നെ സ്വന്തമായിട്ട് അദ്ദേഹം മെഡിസിനൊക്കെ പഠിച്ച് പിന്നെ സ്വന്തമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ടിൽ ദെൻ, എക്സെപ്റ്റ് വൺസ്, ഐ ഹവ് നെവർ ഗിവൻ ഹിം എ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്. ക്യാൻ യു ബിലീവ്? ഇറ്റ് വാസ് ബൈ പ്രേയേഴ്സ്. ഇറ്റ് വാസ് ബൈ പ്രേയേഴ്സ് ആൻഡ് പ്രേയേഴ്സ് അലോൺ. ഓക്കെ, ഓക്കെ. അപ്പം ഈ ഞാൻ ദേവദാരു കണ്ടിട്ടുണ്ട്. അത് ഞാൻ സ്മെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ എനിക്ക് ഐ ഹാവ് ആൻ ഇൻക്വിസിറ്റീവ് മൈൻഡ്. അങ്ങനെ ഒരു മൈൻഡുള്ളതല്ല. ഞാൻ എന്ത് കണ്ടാലും ഇതെന്താ, എങ്ങനെ, എന്താവാ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ ദേവദാരു ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത്, ഐ തിങ്ക് ഐ വാസ് സ്റ്റഡിങ് ഇൻ 4th standard or something, ഐ ആസ്ക്ഡ് ഹിം വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ. അപ്പം അന്നേരം എൻ്റെ അപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്, ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഇപ്പം വാങ്ങിച്ചുകൊണ്ട് പോയ ആളത് ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് അപ്പച്ചൻ ഒരു വിളക്ക് കത്തിച്ചിട്ട് എന്നെ ഈ ദേവദാരു കത്തിച്ച് കാണിച്ചു. അപ്പോൾ കത്തിച്ച് കാണിച്ചപ്പം എന്തുവാ സംഭവം എന്നറിയാമോ? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഓയിൽ വാസ് കമ്മിങ് ഔട്ട് ആൻഡ് ദെൻ അത് ഭയങ്കര നല്ല അരോമ ഉള്ള ഒരു ഓയിലാണ് കേട്ടോ. ഓയിൽ വാസ് കമ്മിങ് ഔട്ട്. So I saw it when I was studying in 3rd or 4th standard, if I remember correctly. And then after many years, when I was reading the word വായിക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അയ്യോ, ഇതിനെ ദേവദാരു എന്ന് വിളിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇത് വെള്ളത്തിൻ്റെ അരികത്താണ് നിൽക്കുന്നത്. ഭയങ്കര ഉയരത്തിൽ ഇത് വളരും. പക്ഷെ ഇതിൻ്റെ തടിക്കകത്ത് എണ്ണയുള്ളത് കൊണ്ടാണ് ഇതിനെ ദൈവത്തിൻ്റെ വൃക്ഷം എന്ന് വിളിക്കുന്നത്. ആമേൻ. അപ്പം നമ്മുടെ ജീവിതം, if your dwelling should be commended by God as a beautiful one, then we should be having oil in us. ഇനി ആ ഓയിൽ എപ്പോഴാണ് പുറത്തു വരുന്നത്? When you are burned. കത്തുമ്പോഴാണ് പുറത്തു വരുന്നത്.
നമ്മുടെ ജീവിതം നിന്ന് കത്തിയാൽ എന്ത് പുറത്തു വരും? എണ്ണ വരുമോ? ആരോമ വരുമോ? A sweet smelling aroma, will it come out? യഹോവയുടെ ചന്ദന വൃക്ഷങ്ങൾ. നമുക്കറിയാം, ചന്ദനവും ഒത്തിരി ആരോമ ഉള്ള സാധനമല്ലേ. Is our dwelling beautiful in the eyes of the Lord? ദൈവത്തിൻ്റെ കണ്ണിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? മേ ബി ഔട്ട്വേർഡ്ലി ഐ എം ഡാർക്ക്, ബട്ട് ഐ എം ബ്യൂട്ടിഫുൾ ഇൻസൈഡ്. ഐ ഹാവ് ഓയിൽ വിത്തിൻ മീ, ആൻഡ് if there is any sufferings, difficulties, if I go through fire, oil is going to come out, aroma is going to come out. I'm beautiful.